വ്യൂവേഴ്സ് എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല പവർഫുൾ ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പിനെ പറ്റിയിട്ടാണ് കേട്ടോ. അതായത് നമ്മുടെ ചാനലിൽ ഗ്രാമ്പു വെള്ളം ഉപയോഗിച്ചിട്ട് ഒരുപാട് പേര് പ്രഗ്നൻ്റ് ആയതിൻ്റെ വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവർക്ക് എല്ലാവർക്കും തന്നെ ഭയങ്കരമായിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ചിലർ ഒരു മാസമൊക്കെ മാത്രം ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുമുണ്ട്. മറ്റു ചില ആളുകൾ ഫോളോ ചെയ്തത് കറുവപ്പട്ട വെള്ളമാണ്. കറുവപ്പട്ടയും ഇതുപോലെ തന്നെ ഗ്രാമ്പൂ പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ കറുവപ്പട്ടയും. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത് ഈ ഗ്രാമ്പൂവും കറുവപ്പട്ടയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് പ്രഗ്നൻസി ആകാനായിട്ട് ട്രൈ ചെയ്യുന്നവർ യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഗ്രാമ്പൂവിനും കറുവപ്പട്ടയ്ക്കും അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. ആൻഡ് ഇതെല്ലാം തന്നെ ഓവുലേഷൻ നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ടും ബാക്കിയുള്ള എല്ലാ ഫെർട്ടിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒരു പരിധി വരെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കൃത്യമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനോടകം ഒരുപാട് പേര് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നോക്കുക കേട്ടോ. അതിൽ നിങ്ങളുടേതായിട്ടുള്ള സെയിം ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ എന്തൊക്കെ ടിപ്സ് ആണ് ഫോളോ ചെയ്തതെന്ന് നോക്കുക. അതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള ടിപ്സ് ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ഗ്രാമ്പുവിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ട്രൈ ചെയ്യുന്നവർക്ക് ഈ ഗ്രാമ്പൂ വാട്ടർ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. എങ്ങനെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രാമ്പൂവിൽ അടങ്ങിയിട്ട് ഗ്രാമ്പൂ കഴിക്കുന്നത് മൂലം അല്ലെങ്കിൽ കുടിക്കുന്നത് മൂലം നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് നമ്മുടെ ഓവുലേഷനെ പ്രോംപ്റ്റ് ചെയ്യാനായിട്ട്, ഓവുലേഷൻ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. ഓവുലേഷൻ നടക്കാനായിട്ട് ഇത് സഹായിക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓവുലേഷൻ ഉണ്ടാകുന്നത് എപ്പോഴും LH ഹോർമോൺ, ലൂട്ടിനൈസിങ് ഹോർമോണിൻ്റെ ഒരു സർജ് നമ്മളോട് എത്തുമ്പോഴാണ് നമുക്ക് ഓവുലേഷൻ വരികയും എഗ് റിലീസ് ആവുകയും ഒക്കെ ചെയ്യുന്നത്. ഈ ഒരു എഗ് റിലീസ് ആകാൻ പറ്റുന്ന തരത്തിലുള്ള LH ഹോർമോണിൻ്റെ ആ ഒരു പ്രവർത്തനം ഈ ഗ്രാമ്പൂ വാട്ടർ കുടിക്കുന്നത് വഴി കൂടുതൽ ത്വരിതപ്പെടുകയും LH ഹോർമോണിൻ്റെ സർജ് അവിടെ ഉണ്ടാകാനും ഓവുലേഷൻ നടക്കാനായിട്ടും ഇത് സഹായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് ആഗ്രഹിക്കുന്നവരെല്ലാവരും ഇപ്പോൾ PCOD ഉള്ളവരൊക്കെ പ്രധാനമായിട്ടും ഈ ഒരു ഡ്രിങ്ക് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഒരു ഗ്രാമ്പൂ വാട്ടർ കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ക്ലോ വാട്ടർ കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഓവുലേഷൻ നടക്കാനായിട്ട് അത് ഒരുപാട് സഹായിക്കും. ഇനി നമുക്ക് കറുവപ്പട്ടയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ കറുവപ്പട്ട പുരുഷന്മാരെ എങ്ങനെയാണ് സഹായിക്കുന്നത് നമുക്ക് നോക്കാം. കറുവപ്പട്ട എന്ന് പറയുന്നത് ഒരു വാം ആയിട്ടുള്ള ഒരു സ്പൈസസ് ആണ്. ഇത് പുരുഷന്മാരുടെ പെൽവിസിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്നതിനും ഇതുവഴി നമ്മുടെ പുരുഷന്മാരുടെ സ്പോമിൻ്റെ കൗണ്ടും മോട്ടിലിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. പുരുഷന്മാരുടെ ആ ഒരു കുഞ്ഞുണ്ടാകാനായിട്ടുള്ളൊരു എബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരുടെ സ്പോം സെൽസിൻ്റെ കൗണ്ടും അതുപോലെ അവരുടെ മോട്ടിലിറ്റിയുമാണ്. അവരുടെ സ്പോമിൻ്റെ അളവ്, അതുപോലെ തന്നെ മോട്ടിലിറ്റി എന്ന് പറയുമ്പോഴേക്കും അവരുടെ ആ ലൈഫ് സ്പാനാണ്, സ്വിം ചെയ്ത് പോകാനായിട്ടുള്ളൊരു കപ്പാസിറ്റി, അവരുടെ ലൈഫ് സ്പാൻ. ഇതെല്ലാമാണ് ഒരു പ്രഗ്നൻസി ആകണമെങ്കിൽ മെയിലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഈ കറുവപ്പട്ട കുടിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ കൗണ്ട് കുറവുള്ള അല്ലെങ്കിൽ മോട്ടിലിറ്റി കുറവുള്ള ഹസ്ബൻഡ് ഇത് കുടിക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇതൊന്നും കുറവില്ല എങ്കിൽ നമുക്ക് അതല്ലാതെയും ഇത് കുടിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടി തന്നെയും ആ സ്പോമിൻ്റെ ക്വാളിറ്റി ഒരു പടി കൂടി ഉയർത്താനായിട്ട് ഇത് സഹായിക്കുന്നു. ഇനി സ്ത്രീകൾക്ക് എന്തെല്ലാം ബെനിഫിറ്റാണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. സ്ത്രീകളിൽ ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിള് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനും, PCOS ഉണ്ടെങ്കിൽ അതിനും, ഹോർമോണൽ ഇംബാലൻസസ് ഉള്ളവരിലുമൊക്കെ ഈ കറുവപ്പട്ട ഉപയോഗിക്കുന്നത് ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. ഇതിൻ്റെ ഉപയോഗം സൈക്കിൾ റെഗുലേറ്റ് ചെയ്ത് കൺസെപ്ഷൻ്റെ ചാൻസ് കൂട്ടുന്നതിനും സഹായിക്കും. ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ ഉള്ളവർക്കെല്ലാം എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് എന്നാണ് ഓവുലേഷൻ ഡേറ്റ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കാത്തത്. അവരുടെ എഗ്ഗ് കൃത്യമായിട്ടുള്ളൊരു ദിവസം മെച്യൂർ ആകണമെന്നില്ല, ഗ്രോ ആകണമെന്നില്ല. ഇനിയിപ്പോൾ എഗ്ഗ് റപ്ചർ ആയാൽ തന്നെ അതിന് നല്ലപോലെ ക്വാളിറ്റി ഉണ്ടാകണമെന്നും ഇല്ല. അപ്പോൾ ഈ കറുവപ്പട്ട നമ്മൾ സ്ഥിരമായിട്ട് കുടിക്കുന്നത് അതുവഴി നമ്മുടെ ആ ഒരു ഫെർട്ടിലിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. നമ്മുടെ PCOS ഉള്ള സ്ത്രീകൾ കറുവപ്പട്ട കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു PCOS ഒരു പരിധി വരെ നിയന്ത്രിച്ചു കൊണ്ടുവരാനായിട്ട് ഇത് സഹായിക്കുന്നു. PCOS എന്ന് പറയുന്ന ഒരു രോഗം അല്ലെങ്കിൽ ആ ഒരു സിൻഡ്രോം നമുക്ക് കൂടുതലായിട്ട് പരിഹരിച്ചു കൊണ്ടുവരാനായിട്ട്, പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് സാധിക്കില്ല. എപ്പോഴും അതിനെ ഒന്ന് നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ വേണ്ടി മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അത് ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട്, PCOD ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് കറുവപ്പട്ട ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ പുരുഷന്മാരിലും സ്ത്രീകളിലും അവരുടെ ലിബിഡോ ഇൻക്രീസ് ചെയ്യാനായിട്ട്, ലിബിഡോ എന്ന് പറയുന്നത് അവരുടെ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള ആഗ്രഹം, അത് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു. സ്ത്രീക്കും
പുരുഷനും ഒരുപോലെ ഫിസിക്കൽ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നടക്കുന്ന ആ ഒരു കോണ്ടാക്റ്റ് അത്രയും എൻജോയബിൾ ആയിരിക്കും. രണ്ട് പാർട്ട്നേഴ്സിന് രണ്ട് പേർക്കും ഒരുപാട് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. പാർട്ട്നേഴ്സ് തമ്മിൽ എൻജോയ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് അവിടെ സ്മൂത്തായിട്ട് നടക്കും. ഇവിടെ സ്ത്രീക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ട് താല്പര്യം ഇല്ല എങ്കിൽ അവിടെ ആ ഒരു ലൂബ്രിക്കേഷൻ പുരുഷന് കിട്ടില്ല. ലൂബ്രിക്കേഷൻ സ്ത്രീക്കും പുരുഷനും ഒക്കെ കിട്ടാതെ വരുമ്പോഴേക്കും ആ ഒരു കോണ്ടാക്ട് ചെയ്യുന്ന പ്രോസസ്സ് വളരെ എന്താ പറയുക, നമുക്ക് ഒട്ടും തന്നെ ഒന്നും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സായിരിക്കില്ല. ഇതെങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതി, എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞുണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്യണമല്ലോ, ഇതെങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതി എന്നുള്ള രീതിക്ക് നമ്മൾ മാറും. അതുപോലെ തന്നെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് പുരുഷന് താല്പര്യമില്ല എങ്കിൽ ഒട്ടും തന്നെ ആ ഒരു ഇജാക്കുലേഷൻ ഉണ്ടാവില്ല, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത് പരിഹരിക്കുന്നതിനും അവരുടെ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള ആഗ്രഹം ഉയർത്തുന്നതിനും ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ സ്ത്രീകളിൽ ഓവുലേഷൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഓവുലേഷൻ ബൂസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി കൂട്ടിയിട്ട് നമുക്ക് അണ്ടം വരുന്ന ആ ഒരു ദിവസം കൃത്യമായിട്ട് അതിന് മൂപ്പെത്തി അത് റപ്ചർ ആകാനായിട്ട് ഇത് സഹായിക്കുന്നു. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഒരു കറുവപ്പട്ട ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത് രണ്ടുമാണ് ഗ്രാമ്പൂവിൻ്റെയും കറുവപ്പട്ടയുടെയും പ്രത്യേകമായിട്ടുള്ള ഗുണങ്ങൾ. അപ്പോൾ ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഒരുപാട് ഫെർട്ടിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് നമ്മുടെ സെർവിക്കൽ മ്യൂക്കസ് ഗ്രാമ്പൂ ഉപയോഗിക്കുമ്പോഴൊക്കെ ക്യൂർ ആവുന്നുണ്ട്. സെർവിക്കൽ മ്യൂക്കസ് നല്ല ഫെർട്ടൈൽ ആയിട്ട് പോകുന്നുണ്ട്, ഓവുലേഷൻ നടക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുമാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ്. ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പീരിയഡ്സിൻ്റെ സമയത്ത് പീരിയഡ്സിൻ്റെ ആ ഒരു ഫ്ലോ നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് യൂട്രസ് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ഇഞ്ചി എന്ന് പറയുന്നത്. അതുകൊണ്ട് പീരിയഡ്സിൻ്റെ ഫ്ലോ നന്നായിട്ടുള്ള ദിവസങ്ങളിൽ, ലൈറ്റ് ബ്ലീഡിംഗ് അല്ല, ശരിക്കും ഫ്ലോ നമുക്ക് പോയി തുടങ്ങുന്ന ദിവസത്തിൽ ഇഞ്ചി വെള്ളം നിങ്ങൾ കുടിക്കാനായിട്ട് നോക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ട് അത് വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കുന്നതാണ് ഈ ഇഞ്ചി വാട്ടർ എന്ന് പറയുന്നത്. ഇത് എംപ്റ്റി സ്റ്റൊമക്കിൽ, അതായത് വെറും വയറ്റിൽ കുടിക്കേണ്ട ആവശ്യമില്ല. അതല്ലാതെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്കിത് എടുക്കാവുന്നതാണ്. അതിനുശേഷം എപ്പോഴാണോ നിങ്ങൾക്ക് മെൻസ്ട്രേഷൻ്റെ ഫ്ലോ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്നത്, ഒട്ടും തന്നെ സ്പോട്ടിങ്ങോ ബ്ലീഡിങ്ങോ ഒന്നും ഇല്ലാതെ എപ്പോഴാണോ നിൽക്കുന്നത്, ആ ദിവസം മുതൽ വെറും വയറ്റിൽ ഈ ഗ്രാമ്പൂവും കറുവപ്പട്ടയും ചേർത്തിട്ടുള്ള വെള്ളം നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. ഇനി ഇത് എടുക്കേണ്ടത് എത്രത്തോളമാണെന്ന് നോക്കുക. ഇത് രണ്ടും കൂടി ഒരുമിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് 2 ഗ്രാമ്പു, ഒരു ചെറിയ പീസ് കറുവപ്പട്ട ഇത് ചേർത്തിട്ട് വേണം നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് യൂസ് ചെയ്യരുത്. സ്പൈസസിൻ്റെ കാറ്റഗറി പെടുന്നത് ആയതുകൊണ്ട് ഹീറ്റ് കൂടാനായിട്ട് കാരണമാകും നിങ്ങൾ കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഒരിക്കലും 2ൽ കൂടുതൽ ഗ്രാമ്പു എടുക്കാൻ പാടില്ല. ഒരു ചെറിയ കഷ്ണത്തിൽ കൂടുതൽ കറുവപ്പട്ടയും എടുക്കാനായിട്ട് പാടില്ല. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എടുക്കുമ്പോൾ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ മറ്റേതിൻ്റെ അളവ് നിങ്ങൾ മസ്റ്റായിട്ട് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ കുടിക്കുന്ന സമയത്ത് നെഞ്ചരിച്ചിൽ അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ഹെൽത്ത് ഇഷ്യൂ കൊണ്ട് മാറ്റി വെക്കേണ്ട ഒന്നല്ല ഈ ഡ്രിങ്ക്, അതുകൊണ്ടാണ് പറയുന്നത്. ഇനി നിങ്ങൾക്ക് 2 ഗ്രാമ്പു അഫോർഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, കുടിക്കുമ്പോൾ അസ്വസ്ഥതയുണ്ടെങ്കിൽ 1 ഗ്രാമ്പുവും ചെറിയ പീസ് കറുവപ്പട്ടയും അങ്ങനെയാണെങ്കിലും നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. ഇത് തലേ ദിവസം നിങ്ങൾ വെള്ളത്തിലിട്ട് കുതിർത്താനായിട്ട് വെക്കാം. ഒരു രാത്രി ഇട്ടിട്ട് നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് രാത്രി ഒരു ചെറു ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട്, അല്ലെങ്കിൽ നോർമൽ നമ്മുടെ ചൂടില്ലാത്ത വെള്ളത്തിലാണെങ്കിലും ഇട്ടിട്ട് നിങ്ങൾ കുതിർത്താനായിട്ട് വെക്കാം. പിറ്റേ ദിവസം ആ 2 ഗ്ലാസ്സിലാണ് നിങ്ങൾ ഇട്ടതെങ്കിൽ അത് 1 ഗ്ലാസ്സായിട്ട് ചുരുങ്ങുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് നിങ്ങൾ തിളപ്പിക്കാനായിട്ട് നോക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ കുതിർത്താൻ വെച്ചിട്ടുള്ള വെള്ളം ഉപയോഗിക്കുന്നില്ല എങ്കിൽ അത് ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഗ്രാമ്പു മാത്രമായിട്ട് നിങ്ങൾക്ക് എടുക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ കഴിവതും അങ്ങനെ അല്ലാത്ത രീതിക്ക് നിങ്ങൾ ഉപയോഗിക്കുക. കാരണം ആ ഗ്രാമ്പുവിൻ്റെ സത്ത് മൊത്തം ആ വെള്ളത്തിലുണ്ടാകും. അതുകൊണ്ട് ഒരു 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒരു കപ്പിൽ വെച്ചിട്ടാണെങ്കിലും അതിലോട്ട് നിങ്ങൾ ഗ്രാമ്പു കുതിർത്താനായിട്ട് വെക്കുക. അതിനുശേഷം ആ 2 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ് ആയിട്ട് ചുരുങ്ങുന്നത് വരെ ബോയിൽ ചെയ്തിട്ട് നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ബോയിൽ ചെയ്യാനായിട്ട്. പെട്ടെന്ന് തിളപ്പിച്ചാറ്റിയിട്ട് എടുക്കരുത്. അത് നമുക്ക് ആ കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നതിൽ നിന്ന് അത് തടഞ്ഞു നിർത്തും കേട്ടോ. ഒപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, വെറും വയറ്റിൽ വേണം നിങ്ങളിത് കുടിക്കാൻ വേണ്ടിയിട്ട്. തൈറോയിഡിൻ്റെ മെഡിസിൻ എടുക്കുന്നവരാണെങ്കിൽ ഏറ്റവും ആദ്യം നിങ്ങൾ തൈറോയിഡിൻ്റെ മെഡിസിൻ എടുക്കുക. അതിനുശേഷം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഗ്രാമ്പു വെള്ളം, ഈ രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള വെള്ളം നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. ഓവുലേഷൻ ഡേറ്റ് വരെ മാത്രം നിങ്ങൾ ഗ്രാമ്പൂവിൻ്റെ കറുവപ്പട്ടയുടെ ഈ വെള്ളം എടുത്താൽ മതി. ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്തവർ സൈക്കിൾ ലെങ്ത് കണ്ടുപിടിച്ചിട്ട്, ഏകദേശം ഓൾമോസ്റ്റ് ഒരു സൈക്കിൾ ലെങ്ത് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് 14 കുറയ്ക്കുക. അപ്പോൾ കൃത്യമായിട്ടുള്ള നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് കിട്ടും.
ഇറഗുലർ പീരീഡ്സ് ക്ലോസ് വാട്ടർ എന്നും പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇറഗുലർ പീരീഡ്സ് ഉള്ളവർ എപ്പോൾ വരെ ക്ലോസ് വാട്ടർ ഉപയോഗിക്കണമെന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഗ്രാമ്പു വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. വേറൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല നിങ്ങൾ കൃത്യമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി എന്തെങ്കിലും സൈഡ് എഫക്ട്സ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് ഇത് ഉപയോഗിക്കുന്നത് നിങ്ങൾ നിർത്താനും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ ഉപയോഗിക്കുന്നതോടൊപ്പം ഹസ്ബൻഡിനും ഇത് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ഞാൻ പറഞ്ഞു പോയതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഹസ്ബൻഡിനും ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഗ്രാമ്പു വെള്ളം ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട്. ഒപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഹസ്ബൻഡിന് നിങ്ങളുടെ ഓവുലേഷൻ ഡേറ്റ് അടുക്കുന്നത് വരെ ഈ ഗ്രാമ്പു വെള്ളം കൊടുക്കുക. നിങ്ങളുടെ ഓവുലേഷൻ ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടുപേരും ഒരുമിച്ച് നിർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ഗ്രാമ്പു വെള്ളം കുടിക്കാനായിട്ട് താല്പര്യമില്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നിങ്ങൾ ഗ്രാമ്പു കുതിർത്താനായിട്ട് വെച്ചിട്ട് അത് അര ഗ്ലാസ് ആയിട്ട് ചുരുങ്ങുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചിട്ട് കുടിക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. വേറെ തരത്തിലുള്ള ഇഷ്യൂസ് ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഒപ്പം ഫെർട്ടിലിറ്റി എക്സസൈസും കൂടി ചെയ്യുകയാണെങ്കിൽ വേഗം നിങ്ങൾക്ക് കൺസീവ് ആകാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐക്കൺ ഉണ്ട്, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. ഗ്രാമ്പു വെള്ളം ഉപയോഗിച്ചിട്ട് പ്രഗ്നൻ്റ് ആയ ഒരുപാട് പേരുടെ സക്സസ് സ്റ്റോറി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ ഒരു വർഷം മൊത്തം അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള സക്സസ് സ്റ്റോറീസ് എൻ്റെ ഫോണിൻ്റെ ഗാലറി തന്നെ കിടപ്പുണ്ട്. അത് ഞാനിങ്ങനെ ചുരുങ്ങി പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. ഒരുപാട് പേരുടെ സക്സസ് സ്റ്റോറീസ് ഇട്ടിട്ട് വീഡിയോസും ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.